ചേട്ടാ, നമ്മൾ കേരള പോലീസിനെ ചില കാര്യങ്ങൾ വിമർശിക്കുമെങ്കിലും മറ്റു ചില കാര്യങ്ങൾ അവരുടെ മിടുക്ക് നമുക്ക് കാണാതിരിക്കാൻ പറ്റത്തില്ല. അതിൻ്റെ ഒരു ഏറ്റവും അടുത്തൊരു ഉദാഹരണം എന്ന് പറയുന്നത്, ഇപ്പോൾ നമുക്ക് കുറച്ച് മുമ്പ് ഒരു വാർത്ത വന്നു. 9 വയസ്സുകാരിയെ ഇടിച്ചിട്ടിട്ട് പോയ ഒരു കാറും അതിൻ്റെ കാർ ഓടിച്ചിരുന്ന ആ വ്യക്തിയും കണ്ടെത്തിയ ഒരു വാർത്ത. അല്ല, ഇതൊരു വലിയ ഒരു നേട്ടം തന്നെയാണ് കേരള പോലീസിനെ സംബന്ധിച്ച്. കാരണം ഏതാണ്ട് 10 മാസത്തോളാവുന്നു. കഴിഞ്ഞ ഫെബ്രുവരിയിൽ മറ്റോന്നാണ് ആ കുട്ടിയെ ഇടിച്ചിട്ട് പോയത്. അന്ന് മുതൽ ഈ അന്വേഷണം നടക്കുന്നത്. ഹൈക്കോടതി ഒരു ഇക്കാര്യത്തിൽ ഇടപെട്ടിരുന്നു. ഈ കേസിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ച് തന്നെയാണ് പോലീസ് മുന്നോട്ട് പോയത്. പക്ഷേ ഇതത്ര എളുപ്പമുള്ളൊരു കാര്യമായിരുന്നില്ല എന്നുള്ളതാണ്. മറ്റു കേസുകൾ അന്വേഷിക്കും പോലെയല്ല, യാതൊരു തെളിവും അവശേഷിക്കാതെയാണ് ഈ ഇടിച്ചിട്ട ആശാൻ രക്ഷപ്പെട്ടു കളഞ്ഞത്. എനിക്കൊന്ന് ഇവരൊരു 50,000-ഓളം കണ്ട് ഫോൺ കോളുകൾ അവർ വെരിഫൈ ചെയ്തു എന്നാണ്. 50,000-ഓളം CCTV വിഷ്വൽസ് പരിശോധിച്ചു. പിന്നെ എത്രയോ ആയിരക്കണക്കിന് 19,000 മറ്റേ വാഹനങ്ങൾ അവർ ചെക്ക് ചെയ്തിരുന്നു. വാഹനങ്ങൾ ഈ കടന്നു പോകുന്നതൊക്കെ ആയിരിക്കും, വാഹനങ്ങൾ ചെക്ക് ചെയ്തിരുന്നു. ഇതൊക്കെ വെച്ചിട്ട് അന്വേഷിച്ച് അവസാനം അയാളെ പിടികൂടി എന്നുള്ളത് അതൊരു ഭയങ്കര. ആൾ വിദേശത്താണ്, പക്ഷേ കൊണ്ടുവരാൻ പറ്റുമല്ലോ നമുക്ക്. അല്ല, ഇത് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു സ്ഥിരം കലാപരിപാടിയാണിത്. നമ്മുടെ നാട്ടിൽ ഈ ഡ്രൈവിംഗ് പഠിക്കുന്ന കാലത്തെങ്കിലും ഈ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്നവർ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരിക്കും അവരുടെ അടുത്ത്. ഈ ഹിറ്റ് ആൻഡ് റൺ എന്ന് പറഞ്ഞ ഗുരുതരമായ കുറ്റമാണ്. ഒരാളെ വണ്ടി ഇടിച്ചിട്ടിട്ട് ആ വണ്ടി കൊണ്ട് ഓടി രക്ഷപ്പെടുക നമ്മുടെ പലരുടെയും ശീലമാണ് കേട്ടോ. ഇത് എന്തെങ്കിലും അപകടം നടന്നാൽ അവിടെ തടി തപ്പുക എന്നുള്ളത്. ഒരുപക്ഷെ അത്തരം ഒരു സാഹചര്യത്തിൽ തോന്നുന്നത് ചിലപ്പോൾ അങ്ങനെ ഇടിക്കുമ്പോൾ സംഭവിക്കുന്ന ഒരു തരം പരിഭ്രാന്തി ആയിരിക്കാം. ചിലപ്പോൾ ഒരുപക്ഷെ അവരെ ഓടി രക്ഷപ്പെടാൻ പ്രേരിപ്പിക്കുന്നത്. പക്ഷേ നമുക്ക് ഈ ഒരു സംഭവത്തിൽ അങ്ങനെ നമുക്ക് അതിന് കാണാൻ കഴിയില്ല. കാരണം ഈ ഒരു കുട്ടിയെ കോമയിലായിട്ട് 9 മാസത്തോളമായി. ഏതൊരു ആൾക്കാണെങ്കിലും തന്നെ ആ കുട്ടിയുടെ ഒരു അവസ്ഥ കാണുമ്പോൾ നമുക്ക് തന്നെ ഈ മനുഷ്യന് ഉറങ്ങാൻ പറ്റിക്കാണോ അതൊരു ചോദ്യമാണ്. അപ്പം നമുക്ക് തന്നെ അത് കണ്ടിട്ട് ആ കുട്ടിയുടെ കാര്യത്തിൽ ആ വീട്ടുകാരുടെ കാര്യം കണ്ടിട്ട് ഒരു വല്ലാത്ത കഷ്ടം തോന്നുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു വ്യക്തിക്ക് ഇത്ര ഒരു ആക്സിഡന്റ് ഉണ്ടാക്കിയതിന് ശേഷം എങ്ങനെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിച്ചു? ഒന്നും അല്ലെങ്കിൽ കുറഞ്ഞ പക്ഷം ഒന്ന് കീഴടങ്ങിയെങ്കിലും, അല്ലെങ്കിൽ ഞാനാണ് ചെയ്തത് അന്നേരം എന്താണ് അത്തരം ഒരു സാഹചര്യത്തിൽ ചിലപ്പം വെപ്രാളം കൊണ്ട് ചെയ്താണെന്ന് പറയാം. പക്ഷേ അല്ല, എങ്കിൽ പോലും അതിലെങ്കിൽ ഇയാൾ വീട്ടിൽ പറഞ്ഞിട്ട് വീട്ടുകാരെങ്കിൽ ഇയാളെ പറഞ്ഞ് മനസ്സിലാക്കണമായിരുന്നു ചെയ്തത് ഗുരുതരമായ തെറ്റാണെന്ന്. മാത്രമല്ല, പിന്നീട് ഇയാൾ ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും ക്രിമിനൽ ആക്ടിവിറ്റി അല്ലേ. ഇയാൾ ഇതിൻ്റെ ഇൻഷുറൻസ് ലഭിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. വാഹനം ഒരു മതിലിടിച്ചാണെന്ന് പറയുന്നു, ഇടിയുടെ അടയാളവും എല്ലാം വെച്ചിട്ട്. പിന്നീട് ഇതിൻ്റെ ഇൻഷുറൻസ് തുക കൈപ്പറ്റാൻ ശ്രമിക്കുന്നു. എല്ലാത്തിലും ഉപരി ഇയാൾ വിദേശത്തേക്ക് കിടക്കുന്നു. ഫെബ്രുവരിയിൽ സംഭവം നടക്കുന്നു, മാർച്ചിൽ ഇയാൾ വിദേശത്തെത്തി കഴിഞ്ഞു. അപ്പോൾ ആരും അറിയുന്നില്ലല്ലോ ഇയാൾ ക്രിമിനൽ കേസ് പ്രതി ആയിരുന്നെങ്കിലേക്ക് വിദേശത്താൻ പറ്റില്ലായിരുന്നു ആ സമയത്ത്. പക്ഷേ ഇയാൾ വളരെ കൃത്യമായി. അപ്പോൾ എനിക്കൊന്നത് ഇയാൾ ഒരു തനിച്ചായിരിക്കില്ല. ഒരു ഇയാളെ കുടുംബം വളരെ സ്വാധീന ശക്തിയുള്ളതായിരിക്കാം ചിലപ്പോൾ. അതല്ലെങ്കിൽ അവർക്ക് രാഷ്ട്രീയ സ്വാധീനം എന്തെങ്കിലും ഉള്ളതായിരിക്കാം. അപ്പോൾ എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായി അറേഞ്ച് ചെയ്ത് ഇയാൾ ഇവിടെ നിന്ന് രക്ഷപ്പെടുത്തി വിദേശത്തേക്ക് കൊണ്ടുപോയതാണിത്. ഒരു പക്ഷേ പുറത്ത് പറയാൻ പറ്റാത്ത മറ്റിടപാടുകൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് സ്വാഭാവികമായും സംശയിക്കേണ്ടി വരും. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഒരുപാട് ഇത്തരത്തിലുള്ള ഈ ഏതെങ്കിലും വാഹനം അമിതവേഗത്തിൽ ഓടിച്ച് പിടികൂടുമ്പോൾ ചിലപ്പോൾ അതിന് മയക്കുമരുന്ന് പിടികൂടുന്നത് പല സംഭവങ്ങളും നമ്മുടെ നാട്ടിൽ ഇപ്പം സിസ്റ്റം പറഞ്ഞ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിനുള്ളൊരു സാധ്യത പോലും തള്ളിക്കളയാൻ കഴിയുകയില്ല. അതിൻ്റെ തെളിവ് നശിപ്പിക്കാനാണോ ഈ വണ്ടി ഇത്രയും അമിതവേഗത്തിൽ ഓടിച്ചത് എന്ന് സ്വാഭാവികമായിട്ടും നമ്മൾ സംശയിക്കേണ്ടി വരും. ഇവരെല്ലാം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ നമ്മുടെ കുട്ടികൾ മരിച്ച സംഭവം ഉണ്ടല്ലോ, പിന്നെ ആലപ്പുഴയിൽ, അത് ചർച്ച ചെയ്യുമ്പോഴൊക്കെ നമ്മൾ പറഞ്ഞതാണ്. ഈ പലപ്പോഴും കേസെടുക്കുന്നത് മനഃപൂർവ്വമല്ലാത്ത നരഹത്യയാണ്. സത്യം പറഞ്ഞാൽ ഇതിനെ നിയമം മാറ്റണം. നിയമം മാറ്റിയിട്ട് ഇത്തരത്തിൽ കാണിക്കുന്നവരെ മനഃപൂർവ്വമുള്ള നരഹത്യക്ക് കേസെടുക്കുകയും കൃത്യമായി ഇവരെ ശിക്ഷിക്കുകയും വേണം. കുറച്ച് പേരെങ്കിലും ശിക്ഷിച്ചാൽ മാത്രമേ നമ്മുടെ നാട്ടിൽ ആൾക്ക് മനസ്സിലാവുള്ളൂ. ഇപ്പോൾ ഇന്നത്തെ പുതിയ തലമുറപ്പെട്ട പലരും പത്രം വായിക്കുക നമ്മൾ പറയുമ്പോൾ അവർക്ക് പുറം ലോകമായിട്ടൊന്നും യാതൊരു ബന്ധവുമില്ല. കാണിച്ച തെറ്റിനെക്കുറിച്ചുള്ള അതിൻ്റെ ഗൗരവത്തെക്കുറിച്ച് അവർക്ക് അറിയില്ല പലർക്കും. ഇപ്പോൾ ഇയാളെ കേരളത്തിലേക്ക് എത്തിച്ചു എന്ന് തന്നെ ഇരിക്കട്ടെ, ഇയാൾക്ക് പരമാവധി എന്ത് ശിക്ഷയായിരിക്കും ലഭിക്കുക? അല്ല, അതാണ് പറഞ്ഞത്. അത് വകുപ്പ് അനുസരിച്ചിരിക്കും. ഇനി ഈ മനഃപൂർവ്വം അല്ലാത്ത നരഹത്യക്കാണ് കേസെടുക്കുന്നെങ്കിൽ ഇയാൾക്ക് വലിയ ശിക്ഷയൊന്നും കിട്ടാൻ സാധ്യതയില്ല. ഇനി നമ്മൾ അറിയേണ്ടത് ഇതിൽ രാഷ്ട്രീയ ഇടപെടലും വിഷയങ്ങളൊക്കെ ഉണ്ടാകുമോ എന്നുള്ളതാണ്. അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ ഇയാളെ വലിയ മനഃപൂർവ്വ നരഹത്യക്കും മാത്രമല്ല പിന്നീട് അയാൾ ചെയ്ത കാര്യങ്ങൾ മുഴുവൻ ഒരു കുറ്റവാളിയെ പോലെയല്ലേ. ഒരാൾ വണ്ടി ഇടിച്ചിട്ട് അയാളെവിടെയെങ്കിലും ഒളിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ അയാൾ പേടിച്ച് അയാൾ മാനസികമായി തളർന്നു എന്നൊക്കെ പറയാം. പിന്നീട് നേരത്തെ പറഞ്ഞാൽ ഇൻഷുറൻസ് തുക ലഭിക്കാനുള്ള ശ്രമം നടത്തുന്നു, ഇയാൾ വിദേശത്ത് പോകുന്നു. അപ്പോൾ ഇതൊരു സംഘടിത പരിപാടിയാണ്. മാത്രമല്ല ഇയാളെ സഹായിച്ചത് ഇയാളെ വീട്ടുകാരാണെങ്കിലും സുഹൃത്തുക്കളാണെങ്കിലും ആരാണെങ്കിലും ഇയാൾ ചോദ്യം ചെയ്യുമ്പോൾ കാര്യം മനസ്സിലാവില്ല. ഇതിൻ്റെ എല്ലാം അറേഞ്ച് ചെയ്ത് കൊടുത്താൽ അവരെയും പേരിലും കേസെടുക്കണം. ഒരു പിഞ്ചു കുഞ്ഞാണ് ഈ ഇത്രയും മാസം കൊണ്ട്. ആ വീട്ടുകാരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കും. അതെ, അവരാണെങ്കിൽ അവർക്ക് കുട്ടിയുടെ അമ്മ ഹരിതകർമ്മസേനയുടെ വോളണ്ടിയർ ആണ്. അറിയാം, വളരെ തുച്ഛമായിട്ടുള്ള വരുമാനം ഉണ്ടാവുള്ളൂ. അത് അവരുടെ കുടുംബം തന്നെ മൊത്തത്തിൽ സാമ്പത്തികമായിട്ട് അത്ര ശേഷിയല്ല. അപ്പോൾ അത്തരം ഒരു സാഹചര്യത്തിൽ അവർ ഈ 9-10 മാസമായിട്ട് ആശുപത്രിയിൽ കഴിയുക എന്ന് പറയുമ്പോൾ അവരെത്രമാത്രം കഷ്ടപ്പെടുന്ന ഒരു ഇതിൽ നമ്മളെ കേരളത്തിലെ മാധ്യമങ്ങൾ പ്രത്യേകിച്ച് ഏഷ്യാനെറ്റ് വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. അവർ കൃത്യമായി തന്നെ ഇത്
ഫോളോ അത് ചെയ്യുന്നുണ്ടായിരുന്നു. SP അത് പ്രത്യേകം എടുത്ത് പറയുകയും പറയുകയും ചെയ്തു. ചെയ്തിരുന്നു. അത് നല്ല കാര്യമാണ്. അപ്പം നമ്മുടെ നാട്ടിൽ രാഷ്ട്രീയ നേതാക്കളും എല്ലാവരും ഇപ്പോൾ കലി തീർക്കുന്ന മാധ്യമങ്ങളെടുത്താണ്. എല്ലാ മാധ്യമങ്ങളും ചെയ്യുകയാണെന്ന് പറയും. പക്ഷേ ഇത്തരം കാര്യങ്ങളിൽ മാധ്യമങ്ങൾ മുൻകൈ എടുത്ത് മുന്നിൽ നിന്ന് കഴിഞ്ഞാലുണ്ടല്ലോ അന്വേഷണം കൃത്യമായിട്ട് നടന്നിരിക്കും. ആ കുറ്റവാളികളെ പിടികൂടിയിരിക്കും. ഇത് ഏതായാലും നമുക്ക് ഇത് ഏഷ്യാനെറ്റ് നമുക്ക് അഭിനന്ദിച്ചേ മതിയാവും. കാരണം കേരളത്തിലെ ഒരുപക്ഷെ മാധ്യമങ്ങളിൽ ഇലക്ട്രോണിക് ചാനൽ TV ചാനലുകൾ വളരെ അവർ കൃത്യമായി അതിൻ്റെ പുറകെ തന്നെ ഉണ്ടായിരുന്നു. അതെ, ഇല്ലെങ്കിൽ ഒരുപക്ഷെ വെറും ഒരു ആക്സിഡന്റ് ആയിട്ട് മാത്രം ഒതുക്കി അത്രേ കളയേണ്ട ഒരു ഉള്ളൂ. വാർത്തയായിരുന്നത്. അതെ, നമ്മുടെ നാട്ടിൽ പലപ്പോഴും സംഭവിക്കാറുള്ള ഇങ്ങനെയൊക്കെയാണല്ലോ. എത്രയോ സംഭവങ്ങൾ ഇപ്പോഴും പിടികിട്ടാത്ത ആളുകളുണ്ട്, ഇടിച്ചിട്ടിട്ട് രക്ഷപ്പെട്ട ആളുകൾ. അതെ. അപ്പോൾ നമ്മുടെ നാട്ടിൽ പക്ഷേ പണ്ടത്തെ പോലെയല്ല, ഇപ്പോൾ ഒരുപാട് ഡിജിറ്റൽ സംവിധാനങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ഇവരൊക്കെ പിടിക്കാൻ പറ്റും. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടുന്ന കാര്യം, കഴിഞ്ഞ ദിവസം ആ മന്ത്രവാദിനെ പോലീസ് പിടിച്ച കേസാണെങ്കിലും, അതല്ലെങ്കിൽ നമ്മുടെ കണ്ണൂരിലെ മറ്റേ 1,300,000 മോഷ്ടിച്ച കേസാണെങ്കിലും, ഇന്നിപ്പോൾ ഈ കുട്ടിയെ വണ്ടി ഇടിച്ചിട്ട് പോയ ആളിനെ പിടിച്ച കേസ് കേരള പോലീസ് എത്ര പ്രഗത്ഭരാണെന്ന് ആലോചിച്ച് നോക്കും. ഇതേ പോലീസ് തന്നെയല്ലേ, കേരള പോലീസ് തന്നെയല്ലേ ഈ നവീൻ ബാബുവിൻ്റെ കേസ് ഉൾപ്പെടെയുള്ളതിൽ പ്രതിക്കൂട്ടി നിൽക്കേണ്ട അവസ്ഥ വന്നിട്ടുള്ളത്. അപ്പോൾ ഇടപെടൽ ഉണ്ടായിട്ടില്ലെങ്കിൽ, രാഷ്ട്രീയ ഇടപെടൽ, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇടപെടൽ ഉണ്ടായിട്ടില്ലെങ്കിൽ കൃത്യമായി അവർക്കത് കണ്ടുപിടിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും കേരള പോലീസിനുണ്ട്, അവർ ചെയ്യുകയും ചെയ്യും. അതുപോലെ തന്നെ ഇത്തരം ഈ പറഞ്ഞ സംഭവങ്ങളിലെല്ലാം തെളിയുന്ന ഒരു കാര്യമുണ്ട്. കുറ്റം, നമ്മൾ ചെയ്ത കുറ്റത്തിന്റെ വലുപ്പമോ ചെറുപ്പമോ ആണെങ്കിൽ പോലും എത്ര കാലം കഴിഞ്ഞാലും അത് ഒരിക്കൽ പിടിക്കപ്പെടും എന്നുള്ളതിന്റെ ഓരോ ഒരു ഉദാഹരണം തന്നെയല്ലേ ഈ ഇങ്ങനത്തെ ഓരോ സംഭവങ്ങളും തെളിയിക്കുന്നത്. ഉറപ്പാണല്ലോ. ഒരു ഉദാഹരണം കൂടെ പറഞ്ഞുതരാം. ഇപ്പം ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു ക്രൈം പിടിക്കപ്പെട്ടതെങ്കിൽ പോലും അയാൾ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. അതിന് ഉദാഹരണമാണ് നക്സലൈറ്റ് നേതാവ് വർഗീസിനെ വെടിവെച്ച് വന്ന കേസിൽ ആ രാമേന്ദ്രൻ നായർ എന്ന് പറയുന്ന പോലീസ് കോൺസ്റ്റബിൾ എത്രയോ പതിറ്റാണ്ട് ശേഷമാണ് അയാൾ സത്യം വെളിപ്പെടുത്തിയത്. അന്ന് SP ഒക്കെ ആയിരുന്നു, DYSP മറ്റോ ആയിരുന്നു ലക്ഷ്മണൻ, പിന്നീട് IG ഒക്കെ ആയി. അവിടെ നിർദ്ദേശം അനുസരിച്ചാണ് താൻ വെടിവെച്ച് വന്നതെന്ന് പറഞ്ഞ് ബാക്കിയുള്ള ആളുകളൊക്കെ മരിച്ചുപോയി ഈ കേസിൽപ്പെട്ട. ലക്ഷ്മണ ജയിലിൽ കിടക്കേണ്ടി വന്നു. 15 ശേഷമാണെന്ന് ആലോചിക്കണം ഒരാൾ വെളിപ്പെടുത്തൽ നടത്തുമ്പോൾ. അപ്പോൾ എല്ലാ കാലത്തും ലോകത്ത് ഏത് കുറ്റവാളി എന്ത് ഈ ക്രൈം ചെയ്താലും അതിന് തെളിവ് അവിടെ അവശേഷിക്കും എന്നാണ് പറയുന്നത്. ഈ കാരണം രൂപമാറ്റം വരുത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. മാറ്റം വരുത്തി. അതുപോലെ തന്നെ നമ്മൾ ഈ പറഞ്ഞതിൽ ഒരുപക്ഷെ കീഴടങ്ങി ശിക്ഷ ലഭിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ആ കാലാവധിക്ക് കുറച്ച് കാലം മതിയായിരിക്കും. ഇത് നമ്മൾ പിടിക്കപ്പെടാതിരിക്കാൻ ഭയത്തോടെ ഒരു തരത്തിൽ ഒരിടത്ത് കഴിച്ചു കൂട്ടുകയും ചെയ്യണം. അതിനുശേഷം പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ശിക്ഷയും കൂടി നേരിടുമ്പോഴത്തേക്കും അതിലും നല്ലത്. നമ്മളെപ്പോഴും നമ്മളൊരു മര്യാദ എന്ന് പറഞ്ഞാൽ ആ കുട്ടി പരിക്കേറ്റെങ്കിൽ ആ കുട്ടി ഇമ്മീഡിയറ്റ് ഹോസ്പിറ്റലിൽ എത്തിക്കണം. അയാൾ കാറിൽ നാട്ടുകാർ കാണുമല്ലോ, അയാളെ മുൻകൈ എടുത്താൽ അതാണ് ചെയ്യേണ്ടത്. നമ്മൾ ആരും വണ്ടി ഓടിച്ചാലും ചെയ്യേണ്ടതാണ്, എത്തിക്കുക, അടുത്ത പോലീസ് സ്റ്റേഷനിൽ അവിടെ തന്നെ വിവരം റിപ്പോർട്ട് ചെയ്യുക. ഞാൻ വണ്ടി ഓടിച്ചിട്ട് ഞാൻ ഇങ്ങനെ ഒരു അപകടം പറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ പോലീസുകാർ വളരെ മാന്യമായിട്ട് പെരുമാറുള്ളൂ. എല്ലാവരും വളരെ ഈ മനുഷ്യനെ അഭിനന്ദിക്കുകയുള്ള ആളുകൾ. പലപ്പോഴും നമ്മുടെ നാട്ടിൽ അങ്ങനെ ചെയ്ത് എത്രയോ ആളുണ്ട്, അപകടം പറ്റി അത്രയും വേഗം അവരെ ഹോസ്പിറ്റലിൽ എത്തി. അതാ വണ്ടി ഓടിക്കുന്നതിൻ്റെ കൂടെ കടമയാണ്. പക്ഷേ അന്നും ചെയ്യാതെ അതാണ് ഈ വണ്ടി എടുക്കാൻ പറ്റാത്ത അവസ്ഥയാണെങ്കിൽ അയാൾക്കൊരു വാഹനം വിളിച്ചെങ്കിലും നാട്ടുകാരെങ്കിലും കൂട്ടി ഈ കുട്ടിയെ ഹോസ്പിറ്റലിൽ എത്തിക്കാമായിരുന്നു. ഇടിച്ചിട്ടിട്ട് ഓടി രക്ഷപ്പെടുക എന്നുള്ളത് ഇത് നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് നമ്മളെപ്പോഴും പറയാനുള്ള കാര്യമാണ്. ഈ നിയമപരിജ്ഞാനം അടുത്തുള്ള പോലും പോയിട്ടില്ലെന്നാണ് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. ചെയ്യുന്ന തെറ്റിൻ്റെ ആ തോതിനെക്കുറിച്ച് ഇവർക്ക് പലർക്കും യാതൊരു ധാരണയുമില്ല. മാത്രമല്ല ഊരിപ്പോരാനുള്ള ഒരു സാധ്യതകൾ അതും വീട്ടിൽ കാശുള്ള വീട്ടിലേക്കാണെങ്കിൽ എപ്പോഴും അവർ വിചാരിക്കും എൻ്റെ വീട്ടിൽ കാശുണ്ട്, അതുകൊണ്ട് എൻ്റെ അച്ഛനും അമ്മയ്ക്ക് ഒരുപാട് സ്വത്തും പണമൊക്കെ ഉണ്ട്, സ്വാധീനമുണ്ട്, ആണ് ഞങ്ങൾ വിചാരിച്ചാൽ ഇതൊക്കെ നിസ്സാരമാണ് എന്ന് കരുതുന്ന ആളുകളുണ്ട്. പക്ഷേ കൃത്യമായ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അന്വേഷണം നടത്തി ഭംഗിയായി അത് കോടതിക്ക് മുന്നിൽ അവതരിപ്പിച്ചാൽ അയാൾ ജയിലിൽ കിടക്കേണ്ടി വരും. ഒരു സംശയമില്ല കാര്യത്തിൽ. പലരും അങ്ങനെ പോയിട്ടുമുണ്ട്. അപ്പം എന്താണെങ്കിലും ഈ ഒരു സംഭവം കേരള പോലീസിന് നമ്മൾ തീർച്ചയായും നമ്മളൊരു ബിഗ് സല്യൂട്ട് തന്നെ കൊടുക്കേണ്ടതാണ്. കൃത്യമായി അവരത് കണ്ടുപിടിച്ചിരിക്കുന്നു. ഒപ്പം കേരളത്തിലെ മാധ്യമങ്ങൾ ഒരുപക്ഷെ ഇത് വെറും ഒരു വാഹനാപകടമായി അല്ലെങ്കിൽ വാഹനം ഇടിച്ചിട്ട് മുങ്ങിപ്പോയി ആൾ രക്ഷപ്പെട്ടു എന്നുള്ള ആ വാർത്തയ്ക്ക് അപ്പുറത്തേക്ക് അത് കടന്നു ചെന്ന് ഭംഗിയായി വളരെ ആത്മാർത്ഥയോടുകൂടി ഈ ഒരു ദൗത്യം ഏറ്റെടുത്ത കേരളത്തിലെ മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് ഏഷ്യാനെറ്റിനെ നമുക്ക് അഭിനന്ദിക്കാം.